ഹായ്, എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്. ഞാൻ ISSTയിൽ ഓൺലൈനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചു. കോഴ്സ് കഴിഞ്ഞ ഉടനെ എനിക്ക് ഗിരിധർ ഐ ഹോസ്പിറ്റലിൽ GRE പോസ്റ്റിൽ ജോലി ലഭിച്ചു. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോലി കിട്ടണമെന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങനെ കുറേ കോഴ്സുകളെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കിയപ്പോൾ മെയിനായിട്ടും ഫസ്റ്റ് തന്നെ വന്നത് ISST ആയിരുന്നു. അപ്പോൾ തന്നെ ചേരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് കോഴ്സ് പഠിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി. അങ്ങനെയാണ് ഞാൻ റിലയൻസിൽ വർക്കിന് കയറുന്നത്. അവിടെ കയറിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഈ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവിടെ നിന്ന് പഠിച്ച് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടൊക്കെ കിട്ടി, ജോലി കിട്ടി. ആ ടൈമിലാണ് ഞാൻ കോഴ്സിന് ചേരുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് 2 സെക്ഷനായിട്ടായിരുന്നു. ലൈവ് സെക്ഷനും ഉണ്ടായിരുന്നു, റെക്കോർഡഡ് സെക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈവ് സെക്ഷനാണ് സെലക്ട് ചെയ്തത്. അവിടെ വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ചത് കൊണ്ട് കുറേയൊക്കെ ക്ലാസ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് റെക്കോർഡഡ് സെക്ഷൻ കിട്ടുന്നത് കൊണ്ട് കേൾക്കാത്ത ഭാഗമൊക്കെ ഞാൻ റെക്കോർഡ് നോക്കിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നല്ല രീതിക്കുള്ള ക്ലാസ്സൊക്കെ ആയിരുന്നു. 2 hours നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ക്ലാസ് വരുന്നത്. പിന്നെ മിസ്സുമാരാണെങ്കിലും നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡൗട്ടൊക്കെ നമുക്ക് അപ്പോൾ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. എക്സാമിൻ്റെ ടൈമിൽ റിവിഷനൊക്കെ തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ട് എന്തെങ്കിലും പഠിച്ചതിൽ നിന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ് വന്നിട്ട് നന്നായിരുന്നു. റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൽ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റെസ്യൂമൊക്കെ ആയിരുന്നു നമുക്ക് സോഫ്റ്റ് സ്കില്ല് ക്ലാസ് വന്നിട്ട് എങ്ങനെ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം, ഗ്രൂമിങ്, എന്തൊക്കെ ഡ്രസ്സായിരിക്കണം ഇടേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ കോഴ്സിനോടൊപ്പം തന്നെ വേറൊരു കോഴ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് വരുന്നത് നമുക്ക് ലൈവ് സെക്ഷൻ അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ് നമുക്ക് കേട്ടിട്ട് എക്സാം എഴുതാം എന്നുള്ളൊരു രീതിയായിരുന്നു. നമുക്കിങ്ങനെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഒട്ടും ഓക്കെ ആയിരുന്നില്ല. നമുക്ക് നല്ലൊരു സാലറി പാക്കേജോ എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ISSTയുടെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരുന്നു. ഞാൻ മുമ്പ് പഠിച്ച കോഴ്സിൽ അവരെനിക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മെയിനായിട്ട് നമുക്കൊരു 6 month കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 month എൻ്റെ അടുത്ത് ഇൻറ്റേൺഷിപ്പ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 6 month അൺപെയ്ഡ് ആയിട്ടായിരുന്നു ഇൻറ്റേൺഷിപ്പ് പറഞ്ഞത്. പിന്നെ സാലറി ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. സ്ഥലമാണെങ്കിലും ഭയങ്കര ലോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു ഇൻറ്റേൺഷിപ്പ് വരെ തന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പ്ലേസ്മെൻ്റ് ആണെങ്കിലും അവരുടെ പ്ലേസ്മെൻറ്റ് നമുക്ക് അഥവാ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ട് എക്സ്ട്രാ ഫീസ് അടയ്ക്കണമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇതൊക്കെയായിരുന്നു. അതേസമയം ISSTയുടെ ഫീസ് സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ ഫുള്ളായിട്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ പ്ലേസ്മെൻ്റൊക്കെ നമുക്ക് അപ്പം ഇപ്പോൾ ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ അടുത്ത സ്ഥലത്ത് വരും. എനിക്ക് തന്നെ ഒരു 3-4 കോള് അടുപ്പിച്ച് വന്നായിരുന്നു പല ഹോസ്പിറ്റലിൽ വേക്കൻസി പറഞ്ഞിട്ട്. സിലബസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ISSTയുടെ സിലബസ് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എനിക്ക്. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ സിലബസ് മെയിനായിട്ട് ഒരു കൊമേഴ്ഷ്യൽ ബേസിലായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. ISSTയിൽ പഠിക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമുക്ക് മെഡിക്കൽ, നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഹോസ്പിറ്റലിൽ ബേസിക്കായിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ അവരുടെ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് കേട്ടാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. എന്താണെന്ന് നമ്മൾ കുറേ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും.
അങ്ങനെയൊന്നുമില്ല. ക്ലാസ് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് വായിച്ച് നോക്കിയാൽ വരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു കോഴ്സൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു സിലബസ് ആയതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ഇത്രയും നല്ലൊരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ജോലി കിട്ടിയത്. ISSTയുടെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്കൊരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലെങ്ങനെയാണ് നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസൊക്കെ വരിക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പാസ്സായതിനെ തുടർന്നാണ് നമുക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 ഡേയ്സിനുള്ളിൽ ISSTയുടെ പ്ലേസ്മെൻറ്റിൽ നിന്ന് എനിക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ഗിരിധർ ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ പോലെ ആദ്യം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ അവർ നോക്കും. അതിനുശേഷം എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതിയിൽ എല്ലാം പറഞ്ഞു തരും. അതായത് ഡ്രസ്സിങ്, അതുപോലെ ഗ്രൂമിങ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടുന്ന് ചോദിക്കുക, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായി. ഇങ്ങനെ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയതിനെ തുടർന്ന് എന്തൊക്കെ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ പോകുന്നതിന് മുമ്പ് വരെ വിളിച്ചിട്ട് എന്തൊക്കെ പഠിക്കണം, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെൻഷൻ അടിക്കേണ്ട, ഭയങ്കരമായിട്ട് നമുക്ക് പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പോകാനുള്ള രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് മെയിനായിട്ടും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണോ മുമ്പൊരു മോക്ക് ഇൻ്റർവ്യൂ നടന്നപ്പോൾ പറഞ്ഞു തന്നെ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്. അങ്ങനെ 2 റൗണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അത് ശേഷം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ISSTന്ന് തന്നെ വിളിച്ചിട്ട് സെലക്ട് ആയി എന്നുള്ളൊരു ഇതിൽ പറഞ്ഞു. ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ജോലി കിട്ടുമോ. കുറേ കോഴ്സുകൾ ഇപ്പോൾ നിലവിലുണ്ട്. മിക്കതും ഞാൻ കേട്ടെടുത്തോളം ഒന്നിലും പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പലയിടത്തും പലരും ഇൻ്റർവ്യൂവിന് വിടും, പക്ഷേ പലർക്കും ജോലി കിട്ടാറില്ല. ഞാൻ തന്നെ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കുറേ പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന്. എനിക്ക് ഫസ്റ്റ് തന്നെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ജോലി കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ISST പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. താങ്ക് യു ISST.